നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം എഫെസ്യ ലേഖനത്തിന്റെ പഠനമാണ് ഈ സമയത്ത് എല്ലാ ആഴ്ചയിലും നടത്തി വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള വാക്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം, വേദപുസ്തകത്തിൽ എല്ലാ കൽപ്പനകളും പോലെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കൽപ്പനകളും മനുഷ്യരുടെ ജഡത്തിന് അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും ജഡപ്രകാരമുള്ള ഒരനുസരണത്തിന് സാധിക്കാത്ത രീതിയിലാണ് വേദപുസ്തകത്തിലെ കൽപ്പനകൾ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഏത് കൽപ്പനയും ഒരു ബ്രോക്കൺനെസ്സിലൂടെ മാത്രം അനുസരിക്കാൻ പറ്റുന്ന, ഒരു റിപ്പൻറ്റൻസിലൂടെ മാത്രം, ഓരോ സെക്കൻഡിലും ഒരു മാനസാന്തരത്തിലൂടെയും ഒരു നഷ്ടപ്പെടുത്തലിലൂടെയും മാത്രം അനുസരിക്കാൻ പറ്റുന്ന കൽപ്പനകളാണ് വേദപുസ്തകത്തിലുള്ളത്. ഒരു വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുന്നത് സ്വയം ഇല്ലാതാക്കിക്കൊണ്ടാണ്, അതായത് സ്വന്തം അവകാശങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ഈ അവകാശങ്ങൾ എടുത്തു കളയുന്നതിനുള്ള 2 വഴികളാണ് ഭാര്യയോടും ഭർത്താവിനോടും പറയുന്നത്. ഭാര്യയോട് പറയുന്നത്, നിന്റെ ഇഷ്ടങ്ങൾ വിട്ടിട്ട് നീ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുകയായിരുന്നു. ഭർത്താവിനോട് പറയുന്നത്, യേശുക്രിസ്തു എങ്ങനെയാണോ തന്നെത്താൻ നമുക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയത്. 2 രീതിയിലും വിൽ എന്ന് പറയുന്നതിൻ്റെ ബ്രേക്കിംഗ് ആണ്, വില്ലിൻ്റെ ബ്രേക്കിംഗ് ആണ് റിലേഷൻഷിപ്പിൻ്റെ ആധാരം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമുക്കൊരു വില്ലുണ്ടല്ലോ, നമ്മളെല്ലാവരും വളർന്നു വന്ന ഒരു ഇഷ്ടങ്ങളുടെ ഒരു സാമ്രാജ്യമുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളുടെ ഒരു സാമ്രാജ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇഷ്ടങ്ങളുടെ സാമ്രാജ്യത്തിലാണ് ഞാൻ രാജാവായിരിക്കുന്നത്. എനിക്കിതാണ് ഇഷ്ടം, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള ഒരു ഇഷ്ടങ്ങളുടെ സാമ്രാജ്യം. അല്ലെങ്കിൽ ഒരു ഭർത്താവ്, ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. പ്രത്യേകിച്ചും ഞാൻ ഈ ഒരാൾ വിവാഹിതയായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമാണ്, ഭർത്താവിനെ സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഭാര്യ ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടുകാരോട് അതുപോലൊരു സബ്മിഷൻ ഡിമാൻഡ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ വേദപുസ്തകം പറയുന്നില്ല. വിവാഹം എന്ന് പറയുന്നത് ഇറ്റ്സ് ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വൺ വുമൺ ഈസ് ഗോയിങ് ടു അനദർ ഫാമിലി ടു ബി എ സെർവൻറ്റ് ദെയർ. അങ്ങനെ ഒരു കാര്യം വേദപുസ്തകം ഒരിക്കലും പരാമർശിക്കുന്നില്ല. അതിൻ്റെ കാരണം യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും എല്ലാം വിട്ടിറങ്ങി വരുന്നൊരു സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ ഭാര്യയുടെ സ്നേഹം എന്ന് പറയുന്നത്, സഭയുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു സബ്മിഷൻ്റെ സ്നേഹമാണ്. ഈ 2 സ്നേഹങ്ങളും ചേരുന്നതാണ് ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇറ്റ്സ് നോട്ട് എ ഡിമാൻഡിങ് റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എ ഗിവിങ് റിലേഷൻഷിപ്പ്. ജീവനെ പകരുന്ന, ജീവനെ നൽകുന്ന ഒരു റിലേഷൻഷിപ്പാണ് കർത്താവോട് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം. ഇതൊന്നും മനുഷ്യനാൽ സാധ്യമായ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ബൈ മാൻ. അതാണ് ക്രിസ്തീയ അനുസരണത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും കൈവിട്ടു പോകുന്ന ഒരു കാര്യം, ക്രിസ്തീയ അനുസരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ്സ് പോസിബിൾ ബൈ യുവർ എഫേർട്ട് ഓർ ബൈ പ്രെയർ ഓർ ബൈ ഫാസ്റ്റിംഗ് ഓർ ബൈ എനി ഓഫ് ദി സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞാനിത് സാധിച്ചെടുക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ദാറ്റ് വേ. ഒരു സ്പിരിച്വൽ എക്സസൈസ് കൊണ്ട് പോലും ഇതനുസരിച്ച് തീർക്കാൻ സാധിക്കില്ല. ഫെയ്ത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇറ്റ്സ് ഓൺലി ബൈ ഫെയ്ത്ത്. ആണ് വിശ്വാസത്തിൻ്റെ നിസ്തുലതയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് ഓൺലി ബൈ ഫെയ്ത്ത് ദാറ്റ് വിൽ ബി ഏബിൾ ടു ഒബേ ഈവൻ വൺ സിംഗിൾ കമാൻഡ്മെന്റ് ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ്. അതല്ലാതെ വേറെ ഒരു വഴിയും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ ദീർഘമായി കരഞ്ഞാലോ നിലവിളിച്ചാലോ ഒന്നും നമുക്ക് ആ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അനുസരണത്തിലേക്കുള്ള ബാരിയർ ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. അനുസരണത്തിലേക്കുള്ള ബാരിയർ ക്രോസ് ചെയ്യുന്നത് എൻ്റെ മരണത്തോടുള്ള, യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള എൻ്റെ ഏകീഭാവത്തിലൂടെയാണ്. അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായാൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിക്കും. സോ ഓൺലി ബൈ ഗിവിങ് അവേഴ്സെൽസ് ടു ഡെത്ത്, മരണം എന്ന എൻ്റെ പൊസിഷൻസിനോടുള്ള മരണം, ഞാൻ എന്ത് പൊസിഷനാണോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനോടുള്ള മരണം, ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ ഞാൻ വലുതായി വെച്ചിരുന്നത് അതെല്ലാം തകർന്ന് പോയെങ്കിൽ മാത്രമേ എനിക്ക് സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഇത്
എല്ലാ കുടുംബ ബന്ധങ്ങളിലും മാത്രമല്ല, നമ്മുടെ എല്ലാ വ്യക്തിബന്ധങ്ങളിലും അത് കറക്റ്റാണ്. ക്രിസ്ത്യൻ ലവ് ഈസ് എ ലവ് ഓഫ് ഗിവിങ് എവറിഥിങ്, ലൂസിങ് അവർ സെൽസ്. ഈ നമ്മളെ തന്നെ ലൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും സ്നേഹത്തിലൂടെ ക്രിസ്തുവിനെ എക്സ്പ്രസ് ചെയ്യാനും സാധിക്കില്ല. ബീങ് എ ക്രിസ്ത്യൻ ഈസ് ഓൾ അബൌട്ട് ലൂസിങ് അവർ സെൽസ്. അത് ആണ് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ വാക്യങ്ങളിൽ കാണുന്നത്. നമ്മൾ വിവാഹബന്ധത്തെക്കുറിച്ച് പൊതുവായി സംസാരിച്ചുവെങ്കിലും ആ വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചില്ല എന്ന് ഞാൻ ഓർക്കുന്നു. നമുക്ക് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ ആ റെലവൻറ്റ് വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കുന്നു. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഇവിടെ ഒരു പ്രത്യേക കാര്യമുള്ളത്, ഈ തല എന്ന് പറയുന്നത് ശരീരത്തിലെ അവയവങ്ങളെ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ബ്രെയിനാണ്. ആ ബ്രെയിൻ തീരുമാനിക്കുന്നത് ഇറ്റ്സ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ബോഡി, ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബോഡി. അപ്പൊ ഭർത്താവ് എന്തുകൊണ്ട് തലയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം ആ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ രക്ഷിക്കുക എന്നുള്ള ഒരു പർപ്പസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തലയായിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം ഭരിക്കുക എന്നുള്ളതല്ല, രക്ഷിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഭരിക്കുന്നതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ മതി എന്ന് പറയുക, ഇൻസിസ്റ്റ് ചെയ്യുക. ക്രിസ്ത്യൻ ഹസ്ബൻഡ്സിനെ കുറിച്ചാണ് നമ്മളിത് പറയുന്നത്, ഇപ്പം ഞാനിത് പറയുന്നത്. എന്നാൽ അവിശ്വാസികളായ ഹസ്ബൻഡ്സ് നമുക്ക് ഇത് പ്രതീക്ഷിക്കാൻ പാടില്ല. ബിക്കോസ് ദേ ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് in a male chauvinistic patriarchal society. We can't expect them to be Christians. പക്ഷേ ഒരു ക്രിസ്തീയ ഭർത്താവിനെ സംബന്ധിച്ച്, ഭാര്യയെ സംബന്ധിച്ച്, the submission is demanded because the husband is the protector and the agent of grace for the wife. ഈ ഏജന്റ് ഓഫ് ഗ്രേസ് എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നതിന് പല ആളുകൾക്കും പല മീൻസാണ് ദൈവം വെച്ചിരിക്കുന്നത്, പല രീതികളാണ്. somehow the grace of God will reach us. രക്ഷിക്കുന്ന കൃപ പോലെ തന്നെ നമ്മൾ നടത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. യേശുക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപ നമ്മളിലേക്ക് എത്തുന്നത് വിവിധങ്ങളായ മീൻസിലൂടെയാണ്, വഴികളിലൂടെയാണ്. അതിലൊന്നാണ് സബ്മിഷൻ എന്ന് പറയുന്നത്. വെൻ യു ആർ സബ്മിറ്റിംഗ് ടു യുവർ ഹസ്ബൻഡ്, യു ആർ ഓപ്പണിംഗ് യുവർ ഹാർട്ട് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഹൃദയങ്ങളെ തുറക്കുകയാണ്. നിങ്ങൾക്കെല്ലാം പലവിധമായ ബലഹീനതകൾ ഭർത്താക്കന്മാർക്കുണ്ട്, ഭാര്യമാർക്കും. ആ ബലഹീനതകളെ കവർ ചെയ്യുന്ന കർത്താവിൻ്റെ കൃപ സബ്മിഷനിലൂടെയാണ് അൺലോക്ക് ചെയ്യുന്നത്. When you submit and leave it to your husband in good faith, Lord, you know everything. I'm obeying you in submitting to my husband. എന്ന് നമ്മൾ പറയുമ്പോൾ, ഒരു ഭാര്യ പറയുമ്പം, she's opening her heart to the grace, sanctifying grace of God. വിശുദ്ധീകരിക്കുന്ന ദൈവകൃപയ്ക്ക് അവൾ സ്വയം സബ്മിറ്റഡ് ആവുകയാണ്. ഓപ്പണിംഗ് ദ ഹാർട്ട് for that submission and sanctification. അപ്പോൾ അത് നമ്മുടെ രക്ഷയുടെ ഭാഗമാണ്. നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങളിൽ നിന്ന് ആർക്കും കീഴടങ്ങാത്ത, വഴങ്ങാത്ത, തന്നിഷ്ടം സാധിപ്പിക്കുന്ന ഒരു പ്രാകൃത സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സബ്മിഷനെ കുറിച്ച് ഉള്ള ഡിമാൻഡ്. we are saved from ourselves. We are saved from our image of ourselves. ഓക്കെ, അതുകൊണ്ടാണ് ഈ സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആ സബ്മിഷൻ അകത്ത് തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം, ഒരു ജാഗ്രതയുടെ നോട്ട് എന്ന് പറയുന്നത്, അത് രക്ഷിതാവ് എന്ന ക്രിസ്തുവിന്റെ പൊസിഷനെ കണ്ടുകൊണ്ടാണ്. ദാറ്റ് മീൻസ് ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ, കമ്പാരിസൺ ടു ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു മീൻസ് a head that protects the body. Okay, അപ്പോൾ ഭാര്യയെ സംബന്ധിച്ച്
സ്വയം നഷ്ടപ്പെടുത്തുന്നത് ഭർത്താവിന് കീഴടങ്ങിക്കൊണ്ടാണ്. സ്വയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങൾ, രാജ്യങ്ങൾ, അവകാശങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. ലൂസിങ് ഇറ്റ്. ഓക്കെ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. സകലത്തിലും. Sometimes the wives may think my husband does not have sufficient intelligence. ഇല്ല എന്ന്, എൻ്റെ ഭർത്താവിന് അത്രയൊന്നും ബുദ്ധിയില്ല എന്ന് പലപ്പോഴും ഭാര്യമാർക്കൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് അവർ വിചാരിക്കും ഞാൻ സബ്മിറ്റഡ് ഒക്കെ ആണ്, പക്ഷെ പലപ്പോഴും എൻ്റെ ഭർത്താവിന് അത്രയൊന്നും കാര്യപ്രാപ്തിയില്ല, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നതാണ്. വേണ്ട, ഇടപെടണ്ട. ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കോളും. നിങ്ങളുടെ അതേ ബുദ്ധി ആയിരിക്കില്ല നിങ്ങളുടെ ഭർത്താവിനുള്ളത്. ഓക്കെ. സോ ഇൻ എവറിത്തിങ്, ഈവൻ ദെയർ, ചില കാര്യങ്ങൾ എക്സ്ട്രീം കേസുകളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മറ്റു ഓപ്ഷൻസ് നോക്കേണ്ട ഒരു അവസ്ഥ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. സോ ഐ എം നോട്ട് ജനറലൈസിങ് ഇറ്റ്. ഓക്കെ. ഐ എം സ്പീക്കിംഗ് അബൌട്ട് എ ക്രിസ്ത്യൻ വൈഫ് സബ്മിറ്റിംഗ് ടു എ ക്രിസ്ത്യൻ ഹസ്ബൻഡ് ഇൻ ഐഡിയൽ സിറ്റുവേഷൻസ്. ഓക്കെ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഈ സകലത്തിലും എന്നുള്ള വാക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന്റെ കാരണം, രണ്ടുപേരും ഒരേ ഉന്നത്തോടെ, ഒരേ ഉദ്ദേശത്തോടെ ജീവിക്കുന്നവരാണ് എങ്കിൽ, അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒരേ ഉദ്ദേശത്തോടുകൂടി ജീവിക്കുന്നവരാണ് എങ്കിൽ, അതായത് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അവന്റെ ജീവൻ ധരിക്കാൻ വേണ്ടി ജീവിക്കുന്ന രണ്ട് വിശ്വാസികളാണെങ്കിൽ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ. ആ സബ്മിഷൻ എന്ന് പറയുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം അവർക്ക് ഒരേ ലക്ഷ്യമാണുള്ളത്. ഒരേ ലക്ഷ്യത്തിലോട്ട് പോകുമ്പോൾ ആ സബ്മിഷൻ എളുപ്പമായിരിക്കും. എന്നാൽ അവിശ്വാസിയായ ഒരു ഭർത്താവിന് വിശ്വാസിയായ ഒരു ഭാര്യ കീഴടങ്ങുമ്പോൾ അത് എളുപ്പമായിരിക്കില്ല. കാരണം ഇവർ രണ്ട് ഡയറക്ഷനിൽ പോകുന്നവരാണ്. ലൈഫിനെ കുറിച്ചുള്ള രണ്ട് പിക്ചേഴ്സാണ്, രണ്ട് ലക്ഷ്യങ്ങളാണ്. അവിടെ ഭാര്യ സബ്മിറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ലക്ഷ്യം ഈ മരണത്താൽ അവസാനിക്കുന്ന ഈ ലോകത്തിനപ്പുറത്തേക്ക് നോക്കുന്ന ഒരു രാജ്യത്തിലേക്കാണ്. നിത്യ തേജസ്സിന് വേണ്ടിയുള്ള ആ ഒരു യാത്ര കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല, വാട്ട് ഓർ ബി ദ കോസ്റ്റ്. കാരണം ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എന്നാൽ അതോടൊപ്പം തന്നെ സബ്മിഷന് വേറൊരു എലമെന്റ് കൂടിയുണ്ട്. ബീയിങ് എ വിറ്റ്നസ് ടു ദ ഹസ്ബൻഡ്. ഭർത്താവിന് മുമ്പിൽ ഒരു സാക്ഷിയാവുക എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവിന് മുമ്പിൽ സാക്ഷിയാവുക കൂടി വേണമെന്നുള്ളത് കൊണ്ട്, അതേസമയത്ത് കോംപ്രമൈസ് ആകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്, there's a fine balance that a woman married to an unbeliever should walk by. ആ ഫൈൻ ബാലൻസ് ആണ് ആത്മാവ് നമുക്ക് ഓരോ ദിവസവും നൽകേണ്ടത്. And we shall pray for such sisters who are married to an unbeliever. ദൈവം ആ കൃപ, വെളിപ്പാട് ഓരോ സമയത്തും സബ്മിഷനിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തുവാനും അതേസമയത്ത് അൺകോംപ്രമൈസിങ് ആയിരിക്കുവാനും ഉള്ള ധൈര്യവും ശക്തിയും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സാങ്ക്ടിഫിക്കേഷൻ, ഇറ്റ്സ് ഓൾസോ വിറ്റ്നസിങ്. ഇപ്പൊ വിറ്റ്നസിങ്ങിനകത്ത് നമ്മൾ ഒരു എക്സ്ട്രാ മൈൽ യാത്ര ചെയ്യേണ്ടി വരും. ആ വിറ്റ്നസിങ്ങും ഒരു സാങ്ക്ടിഫിക്കേഷനാണ്. ആ ഒരു എക്സ്ട്രാ മൈൽ പോകുവാൻ, ഒരു അവിശ്വാസിയായ ആളുടെ കൂടെ ജീവിക്കുമ്പോൾ ആ ഒരു എക്സ്ട്രാ മൈൽ സബ്മിഷനിലേക്ക് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായിട്ടും സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് എ ടഫ് ആസ്ക്. എങ്ങനെ പോയാലും ദ റൂൾ ഓഫ് ദ വേർഡ് സേസ് wives should submit to her husband in everything. Everything is defined with the exception of Christ and his glory. അത് ഏത് അനുസരണമായാലും, മാതാപിതാക്കൾ അനുസരിക്കുന്ന കാര്യമായാലും, ഭർത്താക്കന്മാർ ഭാര്യമാർ
ഭർത്താക്കന്മാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന കാര്യമായാലും, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ, അതായത് നമ്മുടെ വിശ്വാസത്തിന്റെ എലമെന്റ്സിൽ കോംപ്രമൈസ് ചെയ്യാതെയാണ്. ദാറ്റ് മീൻസ് യു ഡോണ്ട് ഹാവ് ടു ഒബേ സമ്മൺ if he is asking you to worship another God, to abandon your faith. വിശ്വാസത്തെ എടുത്തു കളയാനോ മറ്റു ദേവന്മാരെ വണങ്ങാനോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ സബ്മിറ്റ് ആകാൻ സാധിക്കില്ല. കാരണം സബ്മിഷൻ ഈസ് പ്രൈമറിലി ഫോർ സാങ്ക്ടിഫിക്കേഷൻ. സോ യു കനോട്ട് കൺസ്പയർ വിത്ത് യുവർ ഹസ്ബൻഡ് ടു സിൻ. ഓക്കെ, അപ്പോൾ സിന്നിലേക്ക് നയിക്കാത്ത എല്ലായിടത്തും, അതാണ് എല്ലാ അനുസരണങ്ങളുടെയും പ്രത്യേകത, പാപത്തിലേക്കും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വ്യാജങ്ങളിലേക്കും പോകാതെയുള്ള സബ്മിഷൻ. അപ്പൊ അവിടെ ചില സമയത്ത് റെഫ്യൂസ് ചെയ്യേണ്ടി വരാം, വില കൊടുക്കേണ്ടി വരാം. ഓക്കെ, ഇനി തിരിച്ച് ഭർത്താക്കന്മാർ എങ്ങനെ, നമുക്ക് മൂന്നാമത്തെ കോമ്പിനേഷൻ ഇവിടെ പ്രസക്തമല്ല. അവിശ്വാസിയായ ഭാര്യമാരോട് നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, ദേ ക്യാൻ ബിഹേവ് ആസ് മച്ച് ആസ് ദേ ലൈക്ക് ബിക്കോസ് ദേ ആർ ലിവിങ് ബൈ ദ ഫ്ലഷ്. അതുകൊണ്ട് അവരോട് സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ലോകത്തിൽ അങ്ങനെ ഒരു റൂള് എങ്ങനെയോ ഉണ്ട്. ബൈബിൾ പറയാതെ തന്നെ ലോകത്തിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടായി വന്നിട്ടുണ്ട്. വൈഫ്സ് ഹാവ് ടു ഒബേ ആൻഡ് ലിസൺ ടു ദെയർ ഹസ്ബൻഡ്സ്. In almost all religions it is there. ബട്ട് ക്രിസ്ത്യാനിറ്റിയിലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ലിബറേഷൻ ഉള്ളത്. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭാഗങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാൾ പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. അടുത്ത വാക്യം, 2-3 വാക്യങ്ങൾ വായിക്കാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ, അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും അവന്റെ സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താന്താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇറ്റ്സ് എ റെവറൻഷ്യൽ ഫിയർ ഓഫ് എ ഹസ്ബൻഡ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫിയറിംഗ് ഫോർ ലൈഫ്. ഓക്കെ, ഇവിടെ യേശുക്രിസ്തുവിന്റെ സ്നേഹവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ്. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെൻ എ ഹസ്ബൻഡ് മാരീസ് എ വുമൺ, ഹി ഈസ് അബാൻഡനിങ് ഹിസ് ത്രോൺ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ആർ ഗോയിങ് ടു സാങ്ക്ടിഫൈ യുവർ സെൽഫ് ആൻഡ് ഓൾസോ യുവർ പാർട്ട്ണർ. ദൈവം ഒരു വലിയ ശുശ്രൂഷ ഒരു പുരുഷനെ ഏൽപ്പിക്കുകയാണ്. അവന്റെ ഭവനം വിട്ട് വെളിയിലിറങ്ങി ഭാര്യയോട് പറ്റിച്ചേരുവാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, അപ്പൊ അപ്പനെ അമ്മയെ നോക്കണ്ടേ? അപ്പനും അമ്മയും അവർക്കും ഉണ്ട്. അപ്പനും അമ്മയും ഈ ഇറങ്ങി വന്ന പെൺകുട്ടിക്കുമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്. അവരെയും നോക്കണം, ഇവരെയും നോക്കണം. വാർദ്ധക്യകാലത്ത് ആരും ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. അവർ രണ്ടു കൂട്ടരും മക്കളെ വളർത്തി വലുതാക്കിയവരാണ്. ആണാകുന്നതും പെണ്ണാകുന്നതും ദൈവത്തിന്റെ ഡിസൈനാണ്. ഇറ്റ്സ് നോട്ട് ദെയർ ചോയ്സ്. സോ പെൺകുട്ടി ആയി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പേരൻസ് സഫർ ചെയ്യാൻ പാടില്ല. സോ വെൻ യു സേ യുവർ വൈഫ് ഹാസ് ടു ലുക്ക് ആഫ്റ്റർ യുവർ ഫാമിലി, and your wife can also say that you have to look after my family also, because ഫാമിലിയോടുള്ള ബന്ധം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഈക്വൽ ആണ് വേദപുസ്തകത്തിൽ. ഇതൊരു പക്ഷെ നമ്മൾ ധൈര്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. നമ്മുടെ വിശ്വാസികൾ തന്നെ വിചാരിച്ചിരിക്കുന്നത് സബ്മിഷൻ ടു യുവർ ഹസ്ബൻഡ്സ് ഫാമിലി ഈസ് ദ അൺറിട്ടൺ സ്ക്രിപ്റ്റ് ഓഫ് എ മാരേജ് എന്നാണ്.
ഈ അൺറിട്ടൺ സ്ക്രിപ്റ്റാണ് ശരിക്കും ഹസ്ബൻഡിന്റെ കുടുംബത്തോടും ബന്ധുക്കളോടും അവിടെയുള്ള സകലരോടും കീഴടങ്ങിയിരിക്കുന്ന ഒരാളായി ഈ ഭാര്യയെ മാറ്റുന്നത്. അപ്പോൾ ഇത് ഒരു ബിബ്ലിക്കൽ പാറ്റേൺ ആണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് ക്രൈസ്റ്റ് ലവ്. നമ്മൾ എവിടെയായാലും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് സബ്മിറ്റഡ് ആയിരിക്കണം, ബട്ട് നോട്ട് ഇൻ എ കപ്പാസിറ്റി ഓഫ് ബീങ് എ വൈഫ്. ഭാര്യ ആയതുകൊണ്ടല്ല, അത് നമ്മുടെ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നതുകൊണ്ടാണ്. മാരേജ് significantly or particularly do not compel a woman to submit to husband's family. By way of marriage, that submission is not demanded. Okay. അപ്പൊ ഇപ്പൊ ഞാനിത് പ്രസംഗിക്കുമ്പോൾ പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാവാം. കാരണം ഹസ്ബൻഡ്സ് പറയും, എൻ്റെ ഭാര്യ എൻ്റെ അപ്പനെ അമ്മയെ നോക്കാതിരിക്കുകയാണ്, ആ സമയത്താണ് ഈ പാസ്റ്റർ വന്നിട്ട് അതിന്റെ കടമ ഇല്ലാന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നതെന്ന്. അല്ലെ, ഇങ്ങനെയാണ് പൊളിയുന്നത് പലതും. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ആ ഭാര്യമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കടമയുണ്ട്. കാരണം നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും പേരൻസ് നിങ്ങളുടെ പേരൻസ് തന്നെയാണ്. അതൊരു സ്നേഹമാണ്, അതൊരു ഭാര്യയുടെ ബാധ്യതയല്ല. ബാധ്യതയായി ഭർത്താക്കന്മാർ കാണരുത്, അതൊരു സ്നേഹമാണ്. ആ സ്നേഹം കൊടുക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. അതുപോലെ ഭർത്താക്കന്മാർ, ഈ ഭാര്യയുടെ അപ്പനും അമ്മയും ഒരാവശ്യത്തിലാണെങ്കിൽ, ഒരു നീഡിലാണെങ്കിൽ, അവിടെ നിന്ന് അവളെ ഞാൻ കൊണ്ടുവന്നതല്ല, അവരുടെ കാര്യം അവർ നോക്കിയോളൂ, അങ്ങനെ പറയരുത്. ബിക്കോസ് father is a father for you, just like that her father is also her father. ഒരു ആൺകുട്ടിയെ വളർത്താൻ വേണ്ട അതേ വേദനയും അതേ കഷ്ടതയും പനി വരുമ്പോൾ എടുത്തുകൊണ്ട് നടന്നതും സ്കൂളിൽ കൊണ്ടുപോയതും ഡ്രസ്സ് മേടിച്ചു കൊടുത്തതും വേദനിച്ചതും അവസാനം കയ്യിലേൽപ്പിച്ചതും എല്ലാം ഭയങ്കര സ്നേഹത്തോടെ തന്നെ ചെയ്ത ഒരു കുടുംബം, ഒരു അപ്പനും അവർക്കും ഉണ്ട്. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ്. ഇറ്റ്സ് നോട്ട് എ ഡിമാൻഡ് ഇൻ ദ മാരിറ്റൽ കവനന്റ്, ബട്ട് ദാറ്റ്സ് എ ക്രിസ്ത്യൻ ലവ് ദാറ്റ് വി എക്സ്റ്റെൻഡ് ടു എവരിവൺ. പ്രത്യേകിച്ചും പേരന്റിനോടുള്ള ലവ് എന്ന് പറയുന്നത്, ഹസ്ബൻഡിന്റെ പേരൻസിനോടായാലും വൈഫിന്റെ പേരൻസിനോടായാലും ആ സ്നേഹം എന്ന് പറയുന്നത് പേരൻസിനോടുള്ള സ്നേഹമാണ്. ആ പേരൻസിനോടുള്ള സ്നേഹം ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ്സ് യുവർ സ്പൗസസ് പേരൻസ് ഓർ യുവർ പേരൻസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ, ആ ലവ് നമ്മൾ നൽകിയേ പറ്റൂ. അത് കർത്താവ് ഡിമാൻഡ് ചെയ്യുന്നതാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള റൂള് ഭാര്യയ്ക്കും ഉണ്ട്, ഭർത്താവിനും ഉണ്ട്. ദാറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദ മാരിറ്റൽ കവനന്റ്. That's not part of the marital covenant. That's part of God's commandments. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് അതിനെ രണ്ടാക്കി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കല്യാണവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഇതിന് വേറൊരു പിക്ചറാണ് ലഭിക്കുന്നത്. ഇറ്റ് ബിക്കം സംതിങ് ലൈക്ക് എ സ്ലേവറി. ഓക്കെ, എനിക്ക് അത് വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു. കാരണം we need to respect and honor our parents. Our parents should also mean husband's parents and wife's parents, because you are one body. You are one body. It's not that one woman goes and joins with the husband. No, the husband coming down and bringing a wife with him. ഇത് ശരിക്കും ഒരു ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒരു ഭാര്യ ചെന്ന് അവിടെ പോയി ഒന്നാകുന്ന അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്ന് അവരൊരു ദേഹമായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഇങ്ങനെയാണ് ഒരു മകൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവന്റെ സാമ്രാജ്യത്തെ നഷ്ടപ്പെടുത്തുന്നത്. ഒരു സ്ത്രീ എങ്ങനെയാണ് സബ്മിഷനിലൂടെ അവളുടെ സാമ്രാജ്യത്തെ നഷ്ടപ്പെടുന്നത്, അതുപോലെ ഒരു പുരുഷൻ സ്നേഹത്തിലൂടെ അതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്, അവന്റെ രാജ്യത്തെ ഉപേക്ഷിക്കാൻ. ഇവിടെ രണ്ടുപേരും ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ അവർ രണ്ടുപേരും ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്.
അത് അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഈ കൽപ്പനകൾ, സ്നേഹം, റൂൾസ് എല്ലാം വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തു സഭ എന്തിനാണ് സ്നേഹിക്കുന്നത്? ടു പ്രസന്റ് ഹെർ ആസ് ഹോളി ആൻഡ് ബ്ലെമിഷ്ലെസ്. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത്, ഭർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്, പലരും തെറ്റിദ്ധരിക്കുന്ന ഭാര്യമാർക്ക് എത്ര സ്നേഹം കിട്ടിയാലും മതിയാവാത്തവരാണ്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ സ്നേഹം എന്ന് പറയുന്നത് ലോകപ്രകാരം ഭാര്യമാരോട് എല്ലാത്തിനും എഗ്രി ചെയ്യുന്നതല്ല സ്നേഹം. ഭാര്യമാരെ പ്രസാദിപ്പിക്കുന്നതല്ല ആ സ്നേഹം. ഈ സ്നേഹിക്കുക എന്നുള്ളതും പ്രസാദിപ്പിക്കുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. പലപ്പോഴും നമ്മൾ ഒരാളെ പ്രസാദിപ്പിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ, വി ആർ ലൂസിങ് ദം. അപ്പൊ ഭാര്യമാരെ പ്രസാദിപ്പിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? ഈ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള സ്നേഹമാണ്, അഗപ്പയാണ്. ഒരിക്കലും ചോർന്നു പോകാത്ത, അൺകണ്ടീഷണലായ, എപ്പോഴും ഓണായ സ്വിച്ചാണ് അഗപ്പ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഭാര്യ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ച് മാറുന്നില്ല, മാറാൻ പറ്റത്തില്ല. അഗപ്പ അങ്ങനെയാണ്, കോൺസ്റ്റന്റ്, അത് പെർഫെക്റ്റ് ആണ്. അത് ക്രിസ്തുവിന് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. ആ അഗപ്പ ഇങ്ങനെ എത്ര വിഷമം ഉണ്ടായാലും, എത്ര പ്രതിസന്ധി ഉണ്ടായാലും, ദാറ്റ് അഗപ്പെ ഫാക്ടർ വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല. പലപ്പോഴും ഭാര്യയ്ക്ക് ദേഷ്യം വരുമായിരിക്കും, ഇഷ്ടപ്പെടില്ലായിരിക്കാം, വയലന്റ് ആയ വഴക്കുണ്ടാകാം. പക്ഷെ അപ്പോഴും ഈ ഫാക്ടർ എന്താണ്? അഗപ്പെ എന്ന ഫാക്ടർ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഒരു ക്രിസ്ത്യൻ ഭർത്താവ് തുടർച്ചയായി പ്രസന്റ് ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിന്റെ ജീവനാണ്, അവന്റെ രാജ്യമാണ്. ഇപ്പൊ ഒരു ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഇറ്റ് ഓൾവേസ് ഷുഡ് ബി വാട്ട് ജീസസ് വുഡ് ഡു. യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിലേക്കാണ് ഭർത്താവ് ഒരു ഭാര്യയെ കൊണ്ട് ചെല്ലേണ്ടത്. ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിലേക്കാണ് ഒരു ക്രിസ്ത്യാനിയായ, ഒരു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച, വീണ്ടും ജനിച്ച ഒരു ഭർത്താവ് ഭാര്യയെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്, സ്വന്തം ജഡത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയും അല്ല ചെയ്യുന്നത്. ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ആ എസെൻഷ്യൽ ഡോക്ട്രിനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പുരുഷത്വം അപ്രത്യക്ഷമാവുന്നു എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് സഹോദരിമാരുടെ ഒരു റിലീജിയനാണ്. ഒറ്റയ്ക്ക് വിശ്വാസം വന്ന സഹോദരിമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത കുടുംബങ്ങളിലും വിശ്വാസത്തിന്റെ ചുമതലകൾ, പ്രാർത്ഥിക്കുക, അതുപോലെ ഉപദേശിക്കുക, ഇതെല്ലാം പതുക്കെ പതുക്കെ സഹോദരിമാരുടെ പരിപാടിയായിരുന്നു. പതുക്കെ പതുക്കെ there is a male disappearance from their responsibility. അത് ലോകമെമ്പാടും ആണുങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപജയം. അത് പഠനത്തിലായാലും, പെർഫോമൻസിലായാലും, കുടുംബത്തിലെ ബന്ധങ്ങൾ മാനേജ് ചെയ്യുന്നതിലായാലും, ഈ പുരുഷന്റെ ആ ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ സഹോദരിമാരുടെ സ്പിരിച്വാലിറ്റിയിൽ ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ്സ് മോർ റിലീജിയസ്. അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ ദ ഹോൾ സിസ്റ്റം ഈസ് ബിക്കമിങ് എ ലിറ്റിൽ മോർ റിലീജിയസ് ദാൻ നെസസറി. റിലീജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതപരമായ സിസ്റ്റത്തിനകത്തേക്ക് പെട്ടെന്ന് സഹോദരിമാർ വരും. ദേ എൻജോയ് ഇറ്റ് ബിക്കോസ് സിസ്റ്റമാറ്റിക് പ്രേയിങ്, ഫാസ്റ്റിംഗ്, പ്രാർത്ഥനകൾ. എന്താ, സഹോദരിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ 1 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് ഒന്നും തീരില്ല. ദേ ക്യാൻ പ്രേ ഓൺ എൻഡ്. അപ്പൊ അത് ഒരു എന്താ പറയുന്നത്, കുറച്ചും കൂടെ റിലീജിയൻ ഫോക്കസ്ഡ് ആണ്.
ഓക്കെ, ഇത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് അല്ല ഞാൻ പറയുന്നത്, പൊതുവെ ക്രിസ്ത്യ സമൂഹത്തിൽ കാണുന്നതാണ്. അപ്പോൾ പുരുഷന്മാർക്ക് എന്താ പറയുന്നത്, ആ ലീഡർഷിപ്പ് റോള് പല സ്ഥലത്തും നഷ്ടമാകുന്നുണ്ട്. ബിക്കോസ് ദേ ആർ നോട്ട് സീൻ ആസ് സ്പിരിച്വൽ, ദേ ആർ നോട്ട് ലിവിങ് ആഫ്റ്റർ ക്രൈസ്റ്റ്. അങ്ങനെ വരുന്നൊരു സാഹചര്യം പലയിടത്തും ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ക്രിസ്ത്യൻ ഹസ്ബൻഡ്സ് ടു ടേക്ക് ദ ലീഡർഷിപ്പ് ഓഫ് ദ ഫാമിലി. അത് കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ടേക്ക് ഇനിഷ്യേറ്റീവ്, ബി ദ ലീഡർ. ഓക്കെ, അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് ലോകപരമായ ഒരു സ്നേഹമായിട്ടും എല്ലാ ഇഷ്ടങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാമ്പറിങ് ആയിട്ടും എടുക്കാൻ പാടില്ല. അത് എൻ്റെ രാജ്യം സ്ഥാപിക്കാനോ എൻ്റെ ഭാര്യയുടെ രാജ്യത്തെ സ്ട്രോങ് ആക്കാനോ ഉള്ള ഒരു സ്നേഹമല്ല. ക്രിസ്തുവിൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിലേക്ക് നഡ്ജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ലവിങ് ലീഡർഷിപ്പാണ്. അതൊരു ദാസ്യത്വമുള്ള ഒരു ലീഡർഷിപ്പാണ്. ഐ ബിക്കം എ സെർവൻറ്റ് ടു ലീഡ് എ പേഴ്സൺ ടു ക്രൈസ്റ്റ് കണ്ടിന്യൂസ്ലി. ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്, പക്ഷെ കണ്ടിന്യൂസ്ലി പ്രസന്റ് ദാറ്റ് പേഴ്സൺ ബിഫോർ ക്രൈസ്റ്റ്. ഇത് ഒരു വിശ്വാസിയായ ഭർത്താവിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ വിട്ടുപിരിഞ്ഞ്, മറ്റതെല്ലാം വിട്ടുപിരിഞ്ഞ് ടു ബിലോങ് ടു എ വുമൺ. ഓക്കെ, യു ബിലോങ് ടു ഹെർ ജസ്റ്റ് ലൈക്ക് ഷീ ബിലോങ്സ് ടു യു. അപ്പോൾ എനിക്കുള്ളതെല്ലാം വിട്ടുപിരിഞ്ഞ് വേറൊരാളുടേതായി മാറാൻ ആണ് വിവാഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ തിരിച്ചും മറിച്ചും, യു ലീവ് എവറിത്തിങ് ആൻഡ് ബിക്കം അനദർ പേഴ്സൺസ് പേഴ്സൺ, ബിലോങ് ടു ഹിം ആൻഡ് ബിലോങ് ടു ഹെർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കല് ക്രിസ്ത്യൻ മാരേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ദ മാരേജ് നെവർ എൻഡ്സ്. കാരണം എന്ത് വൃത്തികേട് ഭാര്യ കാണിച്ചാലും യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ പൊസിഷൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ്സ് ഫോർഗീവ്നെസ് വിച്ച് ഈസ് ഓൺ. ഫോർഗീവ്നെസ് വിച്ച് ഈസ് ഓൺ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതുപോലെ ഭർത്താവ് എന്ത് കാണിച്ചാലും ഭാര്യയുടെ സ്നേഹവും സബ്മിഷനും അതും ഇങ്ങനെ ഓണായിട്ടൊരു സ്വിച്ച് ആയിട്ട് ഇങ്ങനെ കിടക്കും. അതിന് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, വൺ വേ ഫിക്സ്ഡ്. അതുകൊണ്ട് ഈ മാരേജസ് ആർ നെവർ എൻഡിങ്. ഈ നെവർ എൻഡിങ് മാരേജ് എന്നുള്ളത് വേദപുസ്തകത്തിൽ വെച്ചിരിക്കുന്നത് തന്നെ, നെവർ എൻഡിങ് മാരേജസ് എന്ന് വെച്ചിരിക്കുന്നത് തന്നെ ഈ സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ വേണ്ടെന്നും പറഞ്ഞ് ഇടയ്ക്ക് രക്ഷപ്പെടും. അപ്പൊ ഇടയ്ക്ക് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് ഇതൊരു പൂട്ടിട്ട് പറഞ്ഞു, മരണം വേർപിരിക്കുന്നവരെ, മരിക്കുന്നവരെ ബൗണ്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കൊണ്ടു കൊടുത്തു. എന്തിനു വേണ്ടിയെന്നറിയോ? അല്ലെങ്കിൽ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ പ്രാപിക്കാതെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മളിൽ നിന്ന് എന്ത് സാങ്ക്ടിഫിക്കേഷൻ ആണോ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ഏത് വിശുദ്ധീകരണത്തിലൂടെ നമ്മളെ നയിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്, ആ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ് ഈ പൂട്ട്, കല്യാണം എന്ന പൂട്ടിട്ടിരിക്കുന്നത്. യു സർവൈവ് ദെയർ, കം ഔട്ട് ഇൻ ഫുൾ കളേഴ്സ്. അത് വിശുദ്ധീകരണത്തിൽ വലിയൊരു സ്റ്റെപ്പായിരിക്കും. ഓക്കെ, അപ്പൊ 5-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് അത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ. കാരണം ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചത് വളരെ ലളിതമാണ്. നമ്മൾ രണ്ട് ബൈബിൾ സ്റ്റഡി ഓൾമോസ്റ്റ് ആ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മക്കളെ കുറിച്ചാണ് 6-ാം അധ്യായം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പോൾ മക്കളോടുള്ള കൽപ്പനയാണ്, അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഈ അനുസരണത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് വലിയ ഒരു ലോകപരമായിട്ട് നോക്കിയാൽ ഒരു പ്രാഗൽഭ്യമൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ കാര്യമായി അനുസരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പിതാവ്
വിചാരിക്കുന്നത്. ഒരു പരിധി വരെ ശരിയാണെന്ന്. അതിന് കാരണമെന്ന് പറയുന്നത്, എന്ത് ന്യായീകരണം പറഞ്ഞാലും പ്രൈമറിലി എനിക്ക് അനുസരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഒരു പക്ഷെ പറഞ്ഞാൽ എൻ്റെ പിതാവ് ചിന്തിച്ച പോലെ ഒന്നുമല്ല ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ. But God took me in another direction. After a point, it was impossible to obey him. കാരണം എൻ്റെ കൺവിക്ഷൻസ് എല്ലാം വേറെയായിരുന്നു. ഞാൻ വിവാഹിതരായി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ പിതാവിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് മൈ ഡിസിഷൻസ് ആസ് ടു ഹൗ ടു ലീവ് മൈ ലൈഫ്. അതുപോലെ കർത്താവിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്തെടുത്ത് എന്നെയും വേദനിപ്പിക്കാൻ കഴിയുന്ന ഒരു മകനെ എനിക്ക്, അല്ലെ മകളെ എനിക്ക് തരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ദിസ് ചൈൽഡ് ഷുഡ് ഹർട്ട് മീ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്നെ വേദനിപ്പിക്കുന്ന മകനെയോ മകളെയോ എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെയാണോ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് അറിയില്ല. I still don't know it. But I want that to happen. കാരണം കർത്താവിന് വേണ്ടി ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ അതിനകത്ത് മുറിവുകൾ ഉണ്ടാകുന്ന ചുറ്റുമുള്ളവർക്കാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് സ്നേഹത്തിന് കുറവുണ്ടാകുന്നില്ല, പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത മുറിവുകൾ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ കർത്താവിന് വേണ്ടി മുറിവേൽപ്പിക്കുവാൻ, മുറിവ് അനുഭവിക്കുവാൻ ഈ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് മക്കളുമായിട്ടുള്ള ബന്ധം, എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. എൻ്റെ കാര്യവും ദൈവത്തിൻ്റെ കയ്യിലാണ്. സോ അൾട്ടിമേറ്റ്ലി ഗോഡ് ഹു ഡിസൈഡ്സ്. ഇന്ന് മക്കൾ നന്നാകാത്തതിൻ്റെ പേരിലാണ് കൂടുതൽ പെയിൻ ഉള്ളത്. ആ പെയിൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ തലമുറ വളരെ വേഗം അവർക്ക് ഫിറ്റല്ല എന്ന് അവർ ചിന്തിക്കുന്ന ഈ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു പങ്ക് വരെ മാതാപിതാക്കൾ ഉത്തരവാദികളാണ്. ബിക്കോസ് ഇറ്റ്സ് ദെയർ ലൈഫ് ആൻഡ് ലാക്ക് ഓഫ് ഫിറ്റ്നസ് that has scared the children away from our religions. Okay. പക്ഷെ ഇവിടുത്തെ കമാൻഡ്മെന്റ് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച മക്കളോടാണ്. ക്രിസ്തുവിൽ അനുസരിക്കാനാണ്. To obey your parents in Christ. Within Christ. ഇതൊരു ബൈൻഡിങ് ഒബീഡിയൻസ് അല്ല. നമ്മളോട് ആവശ്യപ്പെടുന്ന എല്ലാം ചെയ്യണം എന്നുള്ളൊരു അർത്ഥമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും ഒരു ശരീരമാണെന്ന് പറഞ്ഞാലും അപ്പനും മക്കളും ഒരു ശരീരമൊന്നുമല്ല. അവർ രണ്ട് വ്യക്തികളാണ്. ഒരപ്പൻ ചിന്തിക്കുന്ന അതേ എക്സാക്ട്ലി അതുപോലെ മകൻ ചിന്തിക്കണമെന്നില്ല. പക്ഷെ അവർ ബാല്യകാലത്തിൽ ആ ഒരു മെച്യൂരിറ്റി, ക്രിസ്തുവിലുള്ള മെച്യൂരിറ്റി പ്രാപിക്കുന്നത് വരെ ആത്മീക ബാല്യകാലത്തിൽ അവർ മാതാപിതാക്കൾ പറയുന്ന എല്ലാം അനുസരിക്കേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിൽ മച്യൂർ ആയി കഴിയുമ്പോൾ യു ക്യാൻ ക്രോസ് ദം ഓവർ ആൻഡ് ഗെറ്റ് ഇൻ ടു ദ വേൾഡ്. ഇപ്പൊ ഗെറ്റ് ഇൻ ടു ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വൃത്തികേടിലേക്ക് ഇറങ്ങാന്നുള്ളതല്ല, ആ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി ഇറങ്ങാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ബ്ലൈൻഡ് ഒബീഡിയൻസ്, ഇറ്റ്സ് ഒബീഡിയൻസ് ഇൻ ക്രൈസ്റ്റ്. എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ നിലങ്ങളെയോ എന്തിനെങ്കിലും അവനെ തന്നെയോ ഇഷ്ടപ്പെടുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അപ്പനമ്മമാരെയോ ഭാര്യയോ ഭർത്താവിനെയോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മോർ ദാൻ ദ ലോർഡ്,
അത് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ബിക്കോസ് ഹി ഡസ് നോട്ട് അക്സെപ്റ്റ് എനിത്തിങ് ഇൻ പാർട്ട്. ഓക്കെ, അപ്പൊ ഈ കൽപ്പനകളുടെ എല്ലാം ഉള്ളിൽ ഒരു റൈഡർ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ലവ് ഓഫ് ക്രൈസ്റ്റ് ആണ് എൻ്റെ എല്ലാ റിലേഷൻഷിപ്പിന്റെ ആധാരം. അതല്ലാത്ത റിലേഷൻഷിപ്പ് എല്ലാം പാപമാണ്. യേശുക്രിസ്തുവിന്റെ ലൈഫ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ അല്ലാത്ത, ക്രിസ്തുവിന്റെ ജീവനിലല്ലാത്ത എല്ലാ അനുസരണങ്ങളും, എല്ലാ പ്രവൃത്തികളും, എല്ലാ ബന്ധങ്ങളും പാപമാണ്. ആരോടുള്ള ബന്ധം, നമ്മുടെ സഹോദരൻ സുഹൃത്തിനോടുള്ള ബന്ധം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ക്രൈസ്റ്റ് റിലേഷൻഷിപ്പ്, യു ആർ കോംപ്രമൈസിങ് ദയർ, അത് പാപമാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളും ക്രിസ്തുവിലാണ്. മാതാപിതാക്കളുടെ ബന്ധമായാലും, മക്കളോടുള്ള ബന്ധമായാലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമായാലും, എവറിത്തിങ് ഈസ് ഇൻ ക്രൈസ്റ്റ്. ഓക്കെ, അടുത്ത് ഇതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കാം. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ പോറ്റി വളർത്തുന്നത് പിതാക്കന്മാർക്ക് ആധാരമായിരിക്കുന്നത്. ഒന്ന്, ബാലശിക്ഷയിലും, മറ്റൊന്ന് പത്യോപദേശത്തിലും. അപ്പൊ പത്യോപദേശം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാലശിക്ഷയുടെ ആവശ്യമില്ല. ബാലശിക്ഷ എത്ര നാളത്തേക്കാണ്? പത്യോപദേശം അവനിലേക്ക് രജിസ്റ്റർ ആകുന്നത് വരെയാണ്. പിന്നീട് പ്രബോധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ, ശിക്ഷണം ആവശ്യമില്ല. ബാലശിക്ഷ ആവശ്യമില്ല. ദാറ്റ് മീൻസ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് പാർട്ടാണ്. അവൻ ക്രിസ്തുവിനെ അറിയുന്നത് വരെ. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ പത്യോപദേശത്തിലേക്കാണ് വളരേണ്ടത്. മക്കളെ കോപിപ്പിക്കാതെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മക്കളിൽ കോപം ജനിപ്പിക്കുമാർ നമ്മൾ സംസാരിക്കരുത്. എന്ത് പാടായിരിക്കും അല്ലേ ഇന്ന് മക്കൾക്ക് പെട്ടെന്ന് കോപം വരുന്നത്. ആ കോപം അവരിൽ ഉളവാകാൻ അനുവദിക്കരുത്, കോപിപ്പിക്കരുത്. അപ്പോൾ ഇന്നത്തെ പിള്ളേര് പെട്ടെന്ന് പ്രൊവോക്ഡ് ആകും നമുക്കറിയാം. അപ്പോൾ കോപിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നതും, അതേ സമയത്ത് ഫേം ആയിരിക്കുക എന്ന് പറയുന്നതും, അതേ സമയത്ത് അവരെ പത്യോപദേശത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതെല്ലാം ഒരു സർക്കസുകാരൻ ചെയ്യുന്ന ബാലൻസോട് ചെയ്യേണ്ട കാര്യമാണ്. അതും ഒബീഡിയൻസ് എന്ന് പറയുന്നത് കർത്താവിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യവുമാണ്. പേരന്റിങ് എന്ന് പറയുന്നതും ഇറ്റ്സ് എ ഡിവൈൻ ഒബീഡിയൻസ്, പോസിബിൾ ഓൺലി ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. കോപിപ്പിക്കാതെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്? കോപിപ്പിക്കാതെ, പ്രകോപിപ്പിക്കാതെ, പ്രൊവോക്ക് ചെയ്യാതെ എങ്ങനെയാണ് പത്യോപദേശത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? മനുഷ്യന്റെ പ്രയത്നത്താൽ തന്നെ അത് സാധ്യമല്ല. ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ പേരന്റിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കാരണം പല പേരൻസും കോപ്പി ക്യാറ്റുകളെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു മകൻ, എന്തിനു കൊള്ളാം ഞാൻ? എന്നെ പോലെ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? എന്നേക്കാൾ അപ്പുറത്ത് ചിന്തിക്കണം. എന്നേക്കാളും റാഡിക്കലായിരിക്കും. അപ്പൊ എൻ്റെ ചിന്തകളുമായിട്ട് ക്രോസ് ആണ്. ഏതാണ് വളർച്ച എന്ന് പറയുന്നത്? എൻ്റെ ചിന്തകളുമായിട്ട് എൻ്റെ മക്കളുടെ ചിന്ത ക്രോസ് ആകണം. എങ്ങനെ? ക്രിസ്തുവിന്റെ പത്യോപദേശത്തിൽ. അതാണ് ആഗ്രഹം. നടക്കോ ഇല്ലെന്നറിയില്ല, ബട്ട് ദാറ്റ്സ് പേരന്റിങ്. പേരന്റിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എന്നേക്കാൾ കേപ്പബിൾ ആക്കണം. അപ്പൊ എൻ്റെ കഴിവ് പോരാ, എൻ്റെ കഴിവുകൊണ്ട് എന്നെ പോലെ ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വടിയെടുത്തുകൊണ്ട് പുറകെ നടക്കുമ്പോഴെല്ലാം അവനെ എന്നെ പോലെ ആക്കാനുള്ള പരിശ്രമമാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് ക്രിസ്ത്യൻ പേരന്റിങ്. ക്രിസ്ത്യൻ പേരന്റിങ് എന്ന് പറയുന്നത് പത്യോപദേശത്തിൽ ഒരു മകന്റെ ഹൃദയത്തിലേക്ക് പത്യോപദേശം എത്തിക്കുക എന്നുള്ളതാണ്. അത് ആ പത്യോപദേശം അവനെ നടത്തിക്കോളും.
ദൈവമാണ് അവനെ നടത്തേണ്ടത്, അല്ലെ അവളെ നടത്തേണ്ടത്. ഇറ്റ്സ് ദ ഡോക്ട്രിൻ, സൗണ്ട് ഡോക്ട്രിൻ ഓഫ് ദ ബൈബിൾ that Christ is alive in him and in her. അത് ആ പുതിയ ജീവന്റെ തത്വമാണ് ഓരോ കുട്ടികളെ നടത്തേണ്ടത്. ഇറ്റ്സ് നോട്ട് our enforcement, but it is life given by the Spirit. അപ്പൊ വടിയെടുത്ത് അടിച്ചോടിപ്പിക്കുന്ന പഴയകാല പേരന്റിങ് അല്ല പുതിയ നിയമത്തിലെ പേരന്റിങ് എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ പേരന്റിങ് വളരെ എളുപ്പമാണ്. കാരണം അപ്പനും അമ്മയും കൽപ്പനകൾ പ്രമാണിക്കുന്നു, മക്കളും പ്രമാണിക്കാൻ വേണ്ടി തല്ലുന്നു. പുതിയ നിയമത്തിൽ അപ്പനും അമ്മയും പ്രമാണിക്കാൻ പറ്റാതെ മുട്ടയിൽ ഇഴയുന്നു. അപ്പൊ മക്കളെ ആരെ പോലാക്കാൻ ശ്രമിക്കുന്നു? പുതിയ നിയമത്തിലെ കൽപ്പനകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് മച്ച് ബിയോണ്ട് അവർ എബിലിറ്റി. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ ആരെ പോലാക്കാനാ? ഈ ചെറുപ്പത്തിലെ ശരിയാ, ചിലപ്പോൾ തട്ടുമുട്ടൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം ഒരു ബാലശിക്ഷയുടെ ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ബാലശിക്ഷ എന്ന് പറയുന്നത് എല്ലാം പത്യോപദേശത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചെറുപ്പത്തിലെ ഈ പിള്ളേർക്ക് ദേഷ്യമൊക്കെ വരും കേട്ടോ. ആ കോപിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. എന്നാൽ പത്യോപദേശത്തിൽ എത്തിയ ഒരാള് സംബന്ധിച്ച് ഇത് ശരിക്കും പിള്ളേർ കോപിക്കില്ല എന്നല്ല, അവർ കോപിക്കും. പക്ഷെ നമ്മുടെ ഉദ്ദേശത്തിൽ അവര് കോപം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിസിപ്ലിനിങ് ആണ്. കോപിപ്പിക്കാതെ എങ്ങനെ പറയാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും, മക്കൾ എങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതും, ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്നുള്ളതും, എല്ലാത്തിനും ഈ ക്രിസ്തീയ വഴി എന്ന് പറയുന്നത്, അതായത് കർത്താവ് നമുക്ക് തന്ന വഴി, അപ്പോസ്തലിക ഉപദേശത്തിന്റെ വഴി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്, പ്രയാസമാണ്. അതനുസരിക്കാൻ തികച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടെന്നുള്ളതല്ല, ഇമ്പോസിബിൾ. അവിടെ ക്രിസ്തു നമ്മിൽ വസിച്ചിട്ടല്ലാതെ, അവന്റെ ജീവൻ നമ്മളിലേക്ക് പകർന്നിട്ടല്ലാതെ ഈ ഒരു കാര്യവും നടക്കുകയില്ല. ഇത് നമ്മുടെ തലയിലല്ല ഇരിക്കുന്നത്. വിശ്വസിക്കുക, ദൈവമാണ് എല്ലാം ചെയ്യേണ്ടത്. ഞാൻ അവിടെ ഒരു വിറ്റ്നസ്, ഒരു ശുശ്രൂഷകൻ, ഒരു സെർവൻറ്റ് മാത്രമാണ്. ആ സെർവൻറ്ഹുഡാണ് എന്നെ സഹായിക്കുന്നത്. കർത്താവ് ചെയ്യട്ടെ. ആ സെർവൻറ്ഹുഡാണ് എന്നെ കൃപയിലേക്കും കൃപയുടെ വിശുദ്ധീകരണത്തിലേക്കും ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ഭാഗങ്ങൾ അടുത്ത ബുധനാഴ്ച കാണുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.